എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 63-ാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 5 വിക്കറ്റിന്റെ മിന്നുന്ന ജയം കരസ്ഥമാക്കി. ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസൺ കൊടുങ്കാറ്റായി മാറി വെറും 13 പന്തിൽ 27 റൺസ് എടുത്തു. ഉർവിൽ പട്ടേൽ 13 റൺസും കാർത്തിക് ശർമ്മ 20 പന്തിൽ 32 റൺസും എടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മധ്യനിരയിൽ ഡെവാൾഡ് ബ്രെവസ് 27 പന്തിൽ 44 റൺസ് നേടി മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തപ്പോൾ ശിവം ദുബെ 26 റൺസ് കൂടി ചേർത്തതോടെ ചെന്നൈ ശക്തമായ നിലയിലായി. അങ്ങനെ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ 180 റൺസ് നേടി. ഹൈദരാബാദിനായി പാറ്റ് കമിൻസ് നിർണായകമായ 3 വിക്കറ്റുകൾ വീഴ്ത്തി. ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഹൈദരാബാദിന്റെ തുടക്കം അതിവേഗത്തിലായിരുന്നു. ട്രാവിസ് ഹെഡ് പെട്ടെന്ന് ഔട്ടായെങ്കിലും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് ഇന്നിംഗ്സ് ഏറ്റെടുത്തു. അഭിഷേക് 26 റൺസ് എടുത്തപ്പോൾ ഹെൻറിച്ച് ക്ലാസൻ വെറും 26 പന്തിൽ 47 റൺസ് അടിച്ചുകൂട്ടി സ്ഫോടനാത്മകമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. മറുവശത്ത് ഒരറ്റ് തുറച്ചുനിന്ന ഇഷാൻ കിഷൻ 49 പന്തിൽ 70 റൺസ് എന്ന ഗംഭീര പ്രകടനത്തോടെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഒടുവിൽ സലിൽ അറോറ വേഗത്തിൽ റൺസ് കണ്ടെത്തിയതോടെ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് വിജയലക്ഷ്യം മറികടന്നു. വിജയത്തിന് ശേഷം ഹൈദരാബാദ് ക്യാമ്പിൽ വലിയ ആഘോഷമായിരുന്നു. എന്നാൽ ചെന്നൈയുടെ ക്യാമ്പിൽ കനത്ത നിശബ്ദത തളം കെട്ടിനിന്നു. തോൽവിയുടെ വേദന അവരുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ഈ വേദനകൾക്കിടയിലാണ് ക്രിക്കറ്റ് സ്പിരിറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ ആ സംഭവം അരങ്ങേറിയത്. മത്സരം അവസാനിച്ച ശേഷം കളിക്കാരെല്ലാം പരസ്പരം ഹസ്തദാനം ചെയ്യുകയായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്ന ചെന്നൈയുടെ ഇതിഹാസ താരം MS ധോണിക്ക് നേരെ പാറ്റ് കമ്മിൻസ് നടന്നു ചെന്നു. കമ്മിൻസിനെ കണ്ടതും ധോണി നിന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കമ്മിൻസ് ധോണിക്ക് മുന്നിൽ ആദരവോടെ കൈകൾ കൂപ്പി. തൊട്ടു പിന്നാലെ എത്തിയ ഇഷാൻ കിഷൻ ധോണിയുടെ കാൽ തൊട്ട് അനുഗ്രഹവും വാങ്ങി. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന കാണികളും ടിവിയിൽ മത്സരം കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരും ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. കമ്മിൻസും ഇഷാനും എന്തിനാണിങ്ങനെ ചെയ്യുന്നതെന്ന് ധോണിക്ക് ആദ്യം മനസ്സിലായില്ല. എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം ഇഷാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹൃദ്യമായി കെട്ടിപ്പിടിച്ചു. തുടർന്ന് കമ്മിൻസിന്റെ മുതുകിൽ തട്ടി അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇരു ക്യാപ്റ്റന്മാരും ഏകദേശം 10 മിനിറ്റോളം ഗ്രൗണ്ടിൽ സംസാരിച്ചു നിന്നു. ധോണി എന്തൊക്കെയോ പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു. കമ്മിൻസ് വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുകയും ഉണ്ടായിരുന്നു. ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയം അലിയിക്കുന്ന അത്ര മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. മത്സരശേഷമുള്ള സംഭാഷണത്തിൽ ഇഷാൻ കിഷനും പാറ്റ് കമ്മിൻസും ധോണിയെക്കുറിച്ച് മനസ്സ് തുറന്നു പറഞ്ഞു. MS ധോണി പോലുള്ള കളിക്കാരെ ക്രിക്കറ്റിൽ കാണാൻ കിട്ടുക വളരെ അപൂർവമാണ്. ഈ സീസണിൽ അദ്ദേഹത്തെ മൈതാനത്ത് കൂടുതൽ കാണാൻ കഴിയാത്തത് അല്പം നിരാശാജനകമായിരുന്നു. മഹിഭായ് കളത്തിലുണ്ടെങ്കിൽ ആകെ അന്തരീക്ഷം തന്നെ മാറും. അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സമ്മർദ്ദഘട്ടങ്ങളിൽ എങ്ങനെ ശാന്തരായി പെരുമാറണമെന്നും മത്സരം അവസാനം വരെ എങ്ങനെ കൊണ്ടുപോകണമെന്നും അദ്ദേഹം ഞങ്ങളെ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിൽ നടക്കുന്ന ചെന്നൈയുടെ അവസാന മത്സരത്തിൽ ധോണി സർ തീർച്ചയായും കളത്തിലിറങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആരാധകരെയും പോലെ ഞാനും അദ്ദേഹത്തെ വീണ്ടും ഗ്രൗണ്ടിൽ കാണാൻ ആഗ്രഹിക്കുന്നു. സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും ധോണിയെ വാനോളം പുകഴ്ത്തി. അതിങ്ങനെയായിരുന്നു: MS ധോണി ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും നല്ല കളിക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ കളിക്കുന്നത് എപ്പോഴും ഒരു പ്രത്യേക അനുഭവമാണ്. ഇന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ലഭിച്ചത് അതെനിക്ക് മറക്കാനാവാത്ത ഒരു നിമിഷമാണ്. കളിയോടുള്ള ധോണിയുടെ അഭിനിവേശം ഇന്നും അതുപോലെ തന്നെയാണ്. ആരാധകർക്ക് അദ്ദേഹത്തെ ഉടൻ വീണ്ടും മൈതാനത്ത് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരം താരങ്ങളാണ് ക്രിക്കറ്റിനെ കൂടുതൽ സവിശേഷമാക്കുന്നത്. ഇഷാൻ കിഷന്റെയും പാറ്റ് കമ്മിൻസിന്റെയും ഈ വാക്കുകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ധോണിയെക്കുറിച്ച് വൈകാരികമായ പ്രതികരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും മഹിഭായിയെ മൈതാനത്ത് വീണ്ടും കളിക്കുന്നതായി കാണാൻ ആഗ്രഹിക്കുന്നു. പാറ്റ് കമ്മിൻസ്, ഇഷാൻ കിഷൻ, MS ധോണി എന്നിവർക്കിടയിലെ ഹൃദയം തൊടുന്ന ഈ നിമിഷം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. ക്രിക്കറ്റ് കേവലം ജയപരാജയങ്ങളുടെ കളിയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിന്റെയും സൗഹൃദത്തിന്റെയും കായിക സ്പിരിറ്റിന്റെയും പ്രതീകമാണെന്ന്. ഇനി നിങ്ങൾ പറയൂ, ഈ വർഷം ഏത് ടീമായിരിക്കും IPL കിരീടം സ്വന്തമാക്കുക? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.